പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ യോഗ വിഷയം കല്യാണവർമാവ് ചതുർഗ്രഹ യോഗ നിരൂപണത്തിൽ. അടുത്തതായി ഇവിടെ ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹങ്ങളുടെ യോഗമാണ്. ഈ ചതുർഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ 2 ശുഭഗ്രഹങ്ങളാണ്. 2 ആചാര്യഗ്രഹങ്ങളായ ഗുരു ശുക്രന്മാർ, പിന്നീട് കൊടിയ 2 പാപഗ്രഹങ്ങൾ ചൊവ്വയും ശനിയും. ഈ 4 ഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ഇപ്രകാരമാണെന്ന് കല്യാണവർമാവ് തൻ്റെ ഗ്രന്ഥമായ സാരാവലിയിൽ 17ാമത്തെ അധ്യായത്തിൽ സമർത്ഥിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. തേജസ്വി വിത്തയുക്ത സ്ത്രീലോല സാഹസ പ്രിയശ്ചപല ഭൗമഗുരു ശുക്രശനേഹി ഏകസ്ഥേർജായതേ ഹിതവ. ഏകസ്ഥേഹി ഒരേ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ 2 ശുഭഗ്രഹങ്ങൾ ആചാര്യഗ്രഹങ്ങളായ ഗുരുശുക്രന്മാരും, അപ്രകാരം തന്നെ 2 പാപഗ്രഹങ്ങളെ ചൊവ്വയും ശനിയും ഒന്നിച്ച് നിൽക്കുമ്പോൾ ജനിച്ച വ്യക്തി ആരാകുന്നു? സഹ തേജസ്വി ഭവതി. തേജഹാസ്യ അസ്ഥിതി തേജസ്വി, നല്ല തേജസ്സോടു കൂടിയുള്ള വ്യക്തിയാകുന്നു. പിന്നീട് അദ്ദേഹം വിത്തയുധ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതാണ്, ധനത്തോടു കൂടെ ഇരിക്കുന്നു ആ മാന്യദേഹം. പിന്നീട് അദ്ദേഹം സ്ത്രീലോലഹ, അദ്ദേഹത്തിന് സ്ത്രീകളിൽ വളരെയധികം ലോലത്വം ഉണ്ടാകുന്നു. സ്ത്രീ വിഷയം അദ്ദേഹത്തിന് ദൗർബല്യമായി ഭവിക്കുന്നു എന്നർത്ഥം. പിന്നീട് സാഹസപ്രിയ, സാഹസങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമാണ്. പലപ്പോഴും യത്കാര്യന്തു അസമീക്ഷ യഹ കരോതി സഹ സാഹസവാൻ, ആരാണോ അങ്ങേറ്റം ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് അയാളെന്ന് സാഹസവാൻ എന്ന് പറയുക. അപ്പോൾ സാഹസത്തിൽ പ്രിയമാണ്. പലപ്പോഴും സാഹസത്തിൽ പ്രിയമാകുമ്പോൾ ചൊവ്വ വളരെ ബലവാനാണ്. സ്പോർട്സ് മുതലായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രിയത്വം വരാം. അല്ലെങ്കിൽ വലിയ ഗാംബ്ലിംഗ്, കുതിരയോട്ടമൊക്കെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഗാംബ്ലിംഗ് ആണ്. വിദേശത്തുകൊണ്ട് നമ്മുടെ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ ഒരു ബിസിനസ്സായിരുന്നു കുതിരയോട്ടം, കുതിരപ്പന്തയം, അതിലൊക്കെ കാശിടും. അതാണ് സാഹസപ്രിയ. സാഹസമുള്ള പ്രവർത്തന മേഖലകളിൽ അദ്ദേഹത്തിന് പ്രിയത്വം വരും. അത് അദ്ദേഹം ചെയ്താലും മതി, അല്ലെങ്കിൽ അതിൽ സാമ്പത്തികമായി ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്താൽ മതി. അദ്ദേഹം വിത്തയുധനാണ്, ധാരാളം കാശുള്ള ആളാണ്. പിന്നീട് ഇദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവം എന്താണ്? ചപലഹ, അങ്ങേറ്റം ചാബല്യമുള്ള വ്യക്തിയാണ്. സ്ത്രീ വിഷയത്തിൽ അദ്ദേഹത്തിന് ചാബല്യമുണ്ട്, സ്വതവേ ചാബല്യവുമുണ്ട്. അങ്ങനെ ധനം, അദ്ദേഹം ഉണ്ടാക്കിയ ധനമൊക്കെ മറ്റു രീതിയിലേക്കും അദ്ദേഹത്തിന് നഷ്ടപ്പെടാം. പിന്നെ ഇദ്ദേഹം കിതവനാണ്, കൈതവമുണ്ട്, മറ്റുള്ളവരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയുമാണ്. അവിടെ ചൊവ്വയും ശനിയും ഒക്കെ വന്നാൽ ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം. ശുക്രൻ കൂടി വന്നാൽ അത് കൂടുതൽ ആകും. പക്ഷെ വ്യാഴം കുറച്ചും കൂടി മാന്യനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇദ്ദേഹത്തിന് നല്ല തേജസ്സും ധനവുമൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും യോഗം നിങ്ങൾ നിരീക്ഷിക്കുക. നന്ദി, നമസ്തേ.